Hi friends, welcome to Maths class. Page number 28 questions ആണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് 3 questions നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 4th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. So, 4th question, write 4 arithmetic sequences with 100 as the sum of first 4 terms. അതായത് ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒരു 2 ടൈംസ് വായിച്ചു നോക്കുക. എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു സീക്വൻസ് എഴുതണം. ഒരു സീക്വൻസ് അല്ല, 4 സീക്വൻസുകൾ എഴുതണം. അതായത് 4 ശ്രേണികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ ഇതാണ്: ആ സീക്വൻസിന്റെ 4 ടേംസ്, അതായത് ഫസ്റ്റത്തെ 4 ടേംസിനെ 4 പദങ്ങളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതായത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മ്, അതിന്റെ തുക 100 കിട്ടണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേമോ ലാസ്റ്റ് ടേമോ ഒന്നും തന്നിട്ടില്ല. ആകെ അറിയാവുന്ന കാര്യം, ആ 4 ടേംസിന് ആദ്യത്തെ 4 പദങ്ങളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മ്, അതിന്റെ തുക 100 ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ഫോം എടുക്കേണ്ടി വരും. ഒരു സീക്വൻസിന്റെ ഫസ്റ്റത്തെ 4 ടേംസിന്റെ ജനറൽ ഫോം എടുത്ത് ചെയ്യേണ്ടി വരും. സോ നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു 4 ടേംസിനെ എങ്ങനെ എടുക്കാം? നാല് പദങ്ങൾ, അതായത് 4 ടേംസ്, 4 പദങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാം? x1, ഫസ്റ്റ് ടേം x1. x1ന്റെ കൂടെ ഒരു ടൈംസ് അതിന്റെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. തേർഡ് ടേമോ x1 plus 2d, x1 plus 3d. സോ നമ്മളിവിടെ 4 ടേംസ് എടുത്തു. x1, x1 plus d, x1 plus 2d, x1 plus 3d. ഒരു സീക്വൻസിലെ 4 ടേംസിന് നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലേ? ഇവിടെ വേറെ ഒന്നും തരാത്തത് കാരണം നമ്മൾ ജനറൽ ഫോം എടുത്ത് ചെയ്യുന്നത്. സോ 4 പദങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു സീക്വൻസിന്റെ സമ്മ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? x1 plus d plus x1 plus 2d, ഈ ടേം x1 plus 3d. അപ്പോൾ 4 ടേമിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100ന്റെ സമ്മ് കിട്ടും. സോ ഇനി നമുക്ക് ഇത് ആഡ് ചെയ്ത് തരാം. x1 ഇതിൽ എത്ര x1 ഉണ്ടെന്ന് ആഡ് ചെയ്ത് തരാം. എത്ര x1 ഉണ്ട്? 1 2 3 4, 4 x1 ഉണ്ട്. അപ്പൊ നമുക്ക് 4x1 പ്ലസ് എത്ര d ഉണ്ട്? d 2d 3d, മൊത്തം എത്ര d ഉണ്ട്? 6d പ്ലസ് 6d ഈക്വൽ ടു 100. സോ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. 4x1 പ്ലസ് 6d ഈക്വൽ ടു 100 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് 2 അറിയാത്ത പദങ്ങളുണ്ട്, x1ഉം d-യും. 2 അൺനോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? x1 നമുക്കറിയില്ല, കോമൺ ഡിഫറൻസും അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ആ അറിയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മറ്റേ വാല്യൂ കണ്ടുപിടിക്കായിരുന്നു. സോ ഇത് രണ്ടും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡിക്ക് ഒരു വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഡിക്ക് കൊടുക്കാം. 100 ഇതിൽ കോമൺ ആയിട്ട് 2 കൊണ്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പൊ ത്രൂ ഔട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഇതിന് മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പൊ എന്ത് വരും? 2x1 പ്ലസ് 3d ഈക്വൽ ടു 15. സോ നമുക്കിപ്പോ ഒരു ഇക്വേഷൻ കിട്ടി. 2x1 പ്ലസ് 3d ഈക്വൽ ടു 15. ഈ ഒരു ഞാൻ ഇവിടെ d ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡിന് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്. കോമൺ ഡിഫറൻസ് 2 എടുക്കുകയാണ്. സോ നമ്മുടെ ഇക്വേഷൻ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2x1 പ്ലസ് 3 into 2 equal to 15. 2x1 equal to 15 minus 6. 2x1 equal to x1 equal to 44 divided by 2 equal to 22. So x1 in the value നമുക്ക് എന്ത് കിട്ടി? Therefore x1 equal to 22. അപ്പോൾ നമുക്ക് x1 എന്ന വാല്യൂ 22 എന്ന് കിട്ടി. അപ്പോൾ x1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കണ്ടുപിടിച്ചൂടെ? നമ്മൾ d 2 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ x1 പ്ലസ് d കണ്ടുപിടിക്കാം, x1 പ്ലസ് 2d കണ്ടുപിടിക്കാം, x1 പ്ലസ് 3d കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 4 ടേംസ് കിട്ടും.
ഇപ്പോൾ d ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം 22, സെക്കൻഡ് ടേം എന്ത് വരും 22 പ്ലസ് കോമൺ ഡിഫറൻസ് 24, തേർഡ് ടേം 26, ഫോർത്ത് ടേം 28. അപ്പോൾ നമുക്കൊരു സീക്വൻസ് കിട്ടി. d ഈക്വൽ ടു കോമൺ ഡിഫറൻസ് 2 ആവുമ്പോൾ ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് 4 സീക്വൻസുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഞാൻ d ഈക്വൽ ടു 4 എന്ന് കൊടുക്കുകയാണ്. 4 ഡിന് ഞാൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. 2x1 പ്ലസ് 3 ഇൻറ്റു 4 ഈക്വൽ ടു 15, 2x1 പ്ലസ് 12 ഈക്വൽ ടു 15, 2x1 equal to 15 minus 12, that implies 2x1 equal to 15 minus 12, 38, x1 equal to 38 divided by 2, x1 equal to 19. സോ നമുക്ക് x1 19 എന്ന് കിട്ടി. കോമൺ ഡിഫറൻസ് 4 എന്ന് എടുത്താൽ x1ന്റെ വാല്യൂ 19 എന്ന് കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് ഫോം ചെയ്യാലോ. x1ന് 90 കൊടുക്കുക, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആവുമ്പോൾ ഫസ്റ്റ് ടേം 19, സെക്കൻഡ് ടേം എന്തൊരു 19 പ്ലസ് കോമൺ ഡിഫറൻസ് 4 ആഡ് ചെയ്യുക, അപ്പോൾ 23, അഗെയിൻ 4 ആഡ് ചെയ്യുമ്പോൾ 27, 27 പ്ലസ് 4 31. ഇനി ഇതൊക്കെ ഒന്ന് സം ചെയ്ത് നോക്കുക. 100 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും വേണം. ഇതൊക്കെ സം ചെയ്യുമ്പോൾ 100 കിട്ടുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് കോമൺ ഡിഫറൻസ്, നെക്സ്റ്റ് കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു ഞാൻ 6 എന്ന് കൊടുക്കുകയാണ്. 6, 2x1 പ്ലസ് 3 ഇൻറ്റു 6, കോമൺ ഡിഫറൻസ് 6 ഈക്വൽ ടു 15, 2x1 ഈക്വൽ ടു 15 മൈനസ് 18, 2x1 ഈക്വൽ ടു 15 മൈനസ് 18 ചെയ്യുമ്പോൾ 32, ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 2, therefore x1 ഈക്വൽ ടു എന്ത് വരും 16. അപ്പോൾ x1 എന്ത് കിട്ടി 16 എന്ന് കിട്ടി. സോ കോമൺ ഡിഫറൻസ് 6 എടുക്കുമ്പോൾ നമുക്ക് x1 എന്ത് കിട്ടി 16 എന്ന് കിട്ടി. ഇനി നമുക്ക് 4 ടേംസ് ഈസി ആയിട്ട് കണ്ടുപിടിച്ചുകൂടെ. x1 എന്താണ്, x1 ഈക്വൽ ടു 16, then 16 plus 6 22, 28, 34 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറൊരു കോമൺ ഡിഫറൻസ് 6 എടുക്കുമ്പോൾ നമ്മുടെ ഒരു സീക്വൻസ് ഇതാണ് 16, 22, 28, 34. ഇത് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. സോ നെക്സ്റ്റ് ഞാൻ d ഈക്വൽ ടു 8 എന്നെടുത്തു. എന്ത് വരും 2x1 പ്ലസ് 3 ഇൻറ്റു 8 ഈക്വൽ ടു 15, 2x1 ഈക്വൽ ടു 15 മൈനസ് 3 ഇൻറ്റു 8 ചെയ്യുമ്പോൾ നമുക്ക് 24 എന്ന് വരും. അപ്പോൾ 24ന് അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ 15 മൈനസ് 24, 2x1 ഈക്വൽ ടു 15 മൈനസ് 24 ചെയ്താൽ 26, ദാറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും 26 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 13. അപ്പോൾ നമുക്ക് x1ന്റെ വാല്യൂ എന്ത് കിട്ടി 13. ഇപ്പോൾ ഇത് ചെറുത് മനസ്സിലായല്ലോ. 3 ഇൻറ്റു 8 24, ഈ 24നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോയി, അപ്പോൾ 15 മൈനസ് 24 കിട്ടി, ഈക്വൽ 15 മൈനസ് 24 ചെയ്യുമ്പോൾ നമുക്ക് 26 എന്ന് കിട്ടും. അപ്പോൾ 2x1 ഈക്വൽ ടു 26, x1 ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 2, ഈ 2നെ ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവരുമ്പോൾ 2 ആവും, ഡിവൈഡഡ് ബൈ 2 ആവും, ഈക്വൽ ടു 13 എന്ന് കിട്ടി. സോ x1 ഈക്വൽ ടു 13. സോ നമ്മുടെ സീക്വൻസ് എന്ത് എഴുതാം, x1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 13 ആണ്. 13, അപ്പോൾ 13 പ്ലസ് 8 ഈക്വൽ ടു 21, 21 പ്ലസ് 8 29, 29 പ്ലസ് 8 37. സോ നമുക്ക് ഫോർത്ത് സീക്വൻസും കിട്ടി. അപ്പോൾ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു 4 സീക്വൻസുകൾ ഫോം ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സം എന്ത് കിട്ടണം 100 എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടുന്നുണ്ട്. നമ്മളിത് സോൾവ് ചെയ്തു. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യനിൽ നമുക്ക് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും ചെയ്യാം. സോ 5th ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Write the first 3 elements of each of the arithmetic sequences described below. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലെയും ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. Question number 1. First term 13
and the sum of the first three term is 300. ആദ്യ പദം 30, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം. സോ നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, 13 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് S3, അതായത് ആദ്യത്തെ 3 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്, 300 ആണും തന്നിട്ടുണ്ട്. 300. സോ നമുക്ക് ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ടേം നമുക്കറിയാം, അതിന്റെ ഫസ്റ്റ് 3 ടേംസിന്റെ സമ്മും അറിയാം. സോ ഫസ്റ്റ് ടേമും ഫസ്റ്റ് 3 ടേംസിന്റെ സമ്മും അറിയാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതണം, ആദ്യത്തെ 3 ടേംസ് എഴുതണം. കണ്ടുപിടിച്ചാലോ? സോ നമ്മുടെ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എന്താണ്? എത്ര വരും? 3. സോ നമ്പർ ഓഫ് ടേം 3 ആയതുകൊണ്ട് നമ്മുടെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? ഇതൊരു 3 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ ആണ്. സോ നമ്മൾ സമ്മ് കാണാൻ ഏതാ ഇക്വേഷൻ ഉപയോഗിക്കും? സോ സം ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാറ് എപ്പോൾ നമ്പർ ഓഫ് ടേം ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ. സോ നമുക്ക് ഈ ഇക്വേഷനിൽ സം അറിയാം, ഇക്വേഷന്റെ സം അറിയാം, നമ്പർ ഓഫ് ടേംസും അറിയാം, മിഡിൽ ടേം നമുക്ക് കണ്ടുപിടിക്കാം. സോ എങ്ങനെ എഴുതാം? 300 ഈക്വൽ ടു 3 ഇൻറ്റു എക്സ്. മിഡിൽ ടേമിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് എന്നാണ്. സോ നമുക്ക് ഈ 3x ഈക്വൽ ടു 300 എന്ന് എഴുതാം അല്ലെ? തിരിച്ചെഴുതി, ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതി, കാരണം നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സിനെ ഈ സൈഡിൽ എഴുതിയതാണ്. ഇനി എക്സ് ഈക്വൽ ടു 3നെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആവും. 300 ഡിവൈഡഡ് ബൈ 3 ആവും. ഈക്വൽ ടു എന്ത് വരും? 100. സോ നമുക്ക് എക്സ് ഈക്വൽ ടു 100 എന്ന് കിട്ടി, അതായത് മിഡിൽ ടേം 100 ആണെന്ന് കിട്ടി. സീക്വൻസിന് മിഡിൽ ടേം കിട്ടി. ഫസ്റ്റ് 3 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x1 നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 13 ആണെന്ന്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് മിഡിൽ ടേം ആണ്. എന്താണ് മിഡിൽ ടേം എന്ന് പറയുമ്പോൾ 100, അതായത് x2 അല്ലെ? x2 100 ആണ് കിട്ടി. ഇനി നമുക്ക് x3 കാണണം. എങ്ങനെ കാണാം? ആദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാം. സോ കോമൺ ഡിഫറൻസ് എന്ത് വരും? കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 100 മൈനസ് 13. 100 മൈനസ് 30 ഈക്വൽ ടു 17. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? d ഈക്വൽ ടു 17. സോ തേർഡ് ടേം എന്താണ്? 100 പ്ലസ് 17 എന്ത് വരും? 170. സോ നമ്മൾ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിച്ചു. എന്തായിരുന്നു? 30, 100, 170. Next second question. First term is 13 and the sum of the first 4 term is 300. ആദ്യ പദം 30ഉം ആദ്യത്തെ 4 പദങ്ങളുടെ തുക 300. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് ആദ്യം തന്നിരുന്നത് ഫസ്റ്റ് ടേം 13 ആണെന്നും അതിന്റെ ഫസ്റ്റ് 3 ടേംസിന്റെ സം 300 ആണെന്നും തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് 4 ടേംസിന്റെ സം ആണ് 300 എന്നാണ് തന്നിട്ടുള്ളത്. സോ ചെറിയൊരു മാറ്റം. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 4. 4 എന്നുള്ളത് ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ സമ്മിന്റെ ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സം ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പെയർസ് ഫോം ചെയ്യണം അല്ലെ? നമ്പർ ഓഫ് പെയർ ആണ് ഇവിടെ കാണേണ്ടത്. സോ നമുക്ക് പെയർ ഫോം ചെയ്യാം. സോ നമുക്ക് 4 ടേംസിന്റെ സം ആണ് തന്നിട്ടുള്ളത്. x2, x3, x4. x1, x4 ഒരു പെയർ, x2, x3 സെക്കൻഡ് പെയർ. അപ്പൊ ഇവിടെ മൊത്തം എത്ര പെയർസ് ഉണ്ട്? 2 പെയർസ്. നമ്പർ ഓഫ് പെയർസ് ഈക്വൽ ടു 2. സോ നമുക്ക് ഈ ഇക്വേഷനിൽ സം അറിയാം, നമ്പർ ഓഫ് പെയർ അറിയാം, സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ സം ഈക്വൽ ടു എന്താണ്? 300 ഈക്വൽ ടു നമ്പർ ഓഫ് പെയർസ് എത്രയാണ്? 2 ഇൻറ്റു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം, അതായത് x1 പ്ലസ് ലാസ്റ്റ് ടേം എന്താ വരിക? ഈ ഒരു സീക്വൻസിന്റെ x4 അല്ലെ ലാസ്റ്റ് ടേം. സോ x4. ഇനി നമുക്ക് x1 അറിയാം, x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ 300 ഈക്വൽ ടു 2 ഇൻറ്റു x1 എത്രയാണ്? x1 ഈക്വൽ ടു 30. അപ്പൊ 30
പ്ലസ് x4. ഇനി ഞാൻ ഈ ഒരു ഇക്വേഷന് ഈ ടേമിനെ ഇവിടെ എഴുതുകയാണ്, തിരിച്ചെഴുതാണ്. 2 × 13 പ്ലസ് x4 ഈക്വൽ ടു 300. 13 പ്ലസ് x4 ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 2. 13 പ്ലസ് x4 ഈക്വൽ ടു 115. x4 ഈക്വൽ ടു 115 മൈനസ് 13. Therefore x4 ഈക്വൽ ടു 120. നമുക്ക് x1ന്റെ വാല്യൂ x1 എന്താണെന്ന് അറിയാം, x1 13 ആണ് നമുക്കറിയാം. x4 ഇപ്പോൾ നമുക്ക് കിട്ടി 120 ആണ് കിട്ടി. ചെയ്തത് നമ്മൾ ഈ ഒരു സമ്മിന്റെ ഇക്വേഷൻ നമ്മുടെ നമ്പർ ഓഫ് ടേംസ് 4 ആയതുകൊണ്ട് ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ സം ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. അപ്പോൾ നമ്പർ ഓഫ് പെയർസ് ഇവിടെ 2 പെയർസ് ആണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു, ആ 2 എന്നുള്ള നമ്പർ ഓഫ് പെയറിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു. സം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 ആണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം x1 പ്ലസ് x4. ഇതിൽ x1 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി x4 നമ്മൾ കണ്ടുപിടിച്ചു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ x4ന്റെ വാല്യൂ 120 ആണ് കിട്ടി. നമുക്ക് ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം x4ഉം അറിയാം. സോ x1നെയും x4നെയും നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ, എന്നിട്ട് അതിൽ നിന്നും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. എന്താണ് ഇക്വേഷൻ? xn ഈക്വൽ ടു d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് xnന് പകരം എന്ത് കൊടുക്കാം, x4 ഈക്വൽ ടു x1 പ്ലസ് 3d എന്ന് എഴുതാം. ഇനി x4ന്റെ സ്ഥാനത്ത് നമുക്ക് 120 ഈക്വൽ ടു x1 13 പ്ലസ് 3 ഇൻറ്റു d. കോമൺ ഡിഫറൻസ് അറിയില്ല. ഇനി ഈ ഇക്വേഷൻ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ. 13 പ്ലസ് 3d ഈക്വൽ ടു 120. സോ 3d ഈക്വൽ ടു 120 മൈനസ് 13 ഇത് വരും 3d ഈക്വൽ ടു 19. d ഈക്വൽ ടു 19 ഡിവൈഡഡ് ബൈ 3. സോ നമുക്ക് d ഈക്വൽ ടു 13 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 13 ആണ് കിട്ടി. എന്താണ് കോമൺ ഡിഫറൻസ്? d ഈക്വൽ ടു 13. ഇനി നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിച്ചൂടെ. സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേമിന്റെ കൂടെ അതിന്റെ കോമൺ ഡിഫറൻസ് ഒരു ടൈംസ് ആഡ് ചെയ്യാം, x1 പ്ലസ് d. അപ്പോൾ x1 എന്തായിരുന്നു 13 പ്ലസ് 13 ഈക്വൽ ടു 16. x3 എന്ത് വരും? x2 പ്ലസ് d. x2 എന്താണ്? 16 പ്ലസ് d. കോമൺ ഡിഫറൻസ് 13 ഈക്വൽ ടു 16 പ്ലസ് 13 ഈക്വൽ ടു 19. അപ്പോൾ നമുക്ക് x2 16 എന്നും x2 16 ആണെന്നും x3 19 ആണെന്നും കിട്ടി. സോ നമ്മുടെ സീക്വൻസ് എന്താണ്? 13 16 19 120. Third question, for fifth question le third question. First term is 13 and the sum of the first 5 term is 300. ആദ്യ പദം 30ഉം ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300ഉം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 13 ആണെന്നും ആദ്യത്തെ 5 പദങ്ങളുടെ തുക 300 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എന്താണ് ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം. സോ നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് ഇവിടെ? 5 ആണ്. 5 എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്, ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമ്മൾ സം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പഠിച്ചത്? ഇക്വേഷൻ സം ഈക്വൽ ടു നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടേം. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ സം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്പർ ഓഫ് ടേമും കൊടുക്കാം, മിഡിൽ ടേം കണ്ടുപിടിക്കാം. 300 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ്. നമ്മൾ മിഡിൽ ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എക്സ് ആണ്. അപ്പോൾ 5x ഈക്വൽ ടു 300 നമ്മൾ തിരിച്ചെഴുതി. x ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 16. അപ്പോൾ therefore നമ്മുടെ മിഡിൽ ടേം x ഈക്വൽ ടു 16 എന്ന് കിട്ടി. അപ്പോൾ x എന്ത് കിട്ടി? x ഈക്വൽ ടു അതായത് മിഡിൽ ടേം എന്ത് കിട്ടി? മിഡിൽ ടേം ഈക്വൽ ടു 16. ഈ ഒരു സീക്വൻസിൽ നമുക്ക് 5 ടേംസ് ആണ്, 5 ടേംസിന്റെ സം ആണ് തന്നിട്ടുള്ളത്. x3 x4 x5.
അങ്ങനെ 5 ടേംസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ x1 നമുക്ക് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൽ x1 13 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീക്വൻസിന്റെ മിഡിൽ ടേം എന്താ വരിക? x3 അല്ലേ? 5 ടേംസ് ആണ് ഉള്ളത്. ഇതിന്റെ മിഡിൽ ടേം x3. അപ്പോൾ മിഡിൽ ടേം 16 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസ് കണ്ടുപിടിക്കണം. സീക്വൻസിന്റെ നമുക്ക് x2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ x1ന്റെയും x3യുടെയും എവറേജ് എടുത്താൽ മതി അല്ലെ? എവറേജ് കാണാൻ എന്ത് ചെയ്യാം? എവറേജ് ഈക്വൽ ടു സം ഓഫ് ടേം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേം. ഇവിടെ സം ഓഫ് ടേം എത്രയാണ്? 16 പ്ലസ് 13 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്ത് വരും? 19 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 45. അപ്പൊ നമുക്ക് എവറേജ് കിട്ടി 45. അപ്പൊ എവറേജ് 45, അതായത് x2 45 ആണ് കിട്ടി. സോ x2 ഈക്വൽ x2 45. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു സീക്വൻസിൽ ഫസ്റ്റ് 3 ടേംസേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ആദ്യത്തെ 3 പദങ്ങളാണ് ചോദിച്ചിട്ടുള്ളൂ. ഇനി 4th ടേമും 5th ടേമും നമുക്ക് കണ്ടുപിടിച്ചോളൂ. ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെ? 45 മൈനസ് 30. ഏതെങ്കിലും 2 അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. 45 മൈനസ് 30 എന്ത് വരും? ഈക്വൽ ടു 15. അപ്പോൾ d ഈക്വൽ ടു 15. കോമൺ ഡിഫറൻസ് 15 എന്ന് കിട്ടി. ഇനി ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ? x4 ഈക്വൽ ടു 16 പ്ലസ് 15 ഈക്വൽ ടു 75. 75 പ്ലസ് 15 ഈക്വൽ ടു 19. സോ നമ്മുടെ സീക്വൻസ് എന്താണ്? 13, 45, 16, 75, 19. So next 5th question, 4th question. First term is 13 and the sum of the first 6 term is 300. ആദ്യ പദം 30, ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ടേം സീക്വൻസിന്റെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ആ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 300 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 6 പദങ്ങളുടെ തുകയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 6. അപ്പോൾ 6 എന്നുള്ളത് ഒരു ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ സം കാണാൻ എന്താണ് നമ്മുടെ ഇക്വേഷൻ? സം ഈക്വൽ ടു ഓക്കെ. സോ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. സം ഈക്വൽ ടു നമ്പർ ഓഫ് പെയർസ് ഇൻറ്റു സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം. ഇവിടുത്തെ ലാസ്റ്റ് ടേം x6 ആണ്. സോ നമ്മൾ ഇവിടെ x1 പ്ലസ് x6 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇതിന്റെ നമ്പർ ഓഫ് പെയർസ് കാണണം. എത്ര നമ്പർ ഓഫ് പെയർസ് ഉണ്ട്? x1 x6 ഇതൊരു നമ്പർ ഓഫ് പെയർ. x1 x6 ഇതൊരു പെയർ. x2ഉം x3ഉം ഇതൊരു പെയർ. x3ഉം x4ഉം ഇതൊരു പെയർ. ഇങ്ങനെ മൊത്തം 3 പെയർസ് ആണ് ഉള്ളത്. സോ നമ്പർ ഓഫ് പെയർ ഈക്വൽ ടു 3. അപ്പൊ നമ്പർ ഓഫ് പെയർ ഈക്വൽ ടു എത്രയാണ്? നമ്പർ ഓഫ് പെയർസ് എത്രയാണ്? പെയർസ് ഈക്വൽ ടു 3 ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാം. സം എത്രയാണ് തന്നിട്ടുള്ളത്? 300 ഈക്വൽ ടു 3 ഇൻറ്റു x1. ഫസ്റ്റ് ടേം എത്രയാണ്? 13 പ്ലസ് x6. ഈ ഒരു സീക്വൻസ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തിട്ട് x6 കണ്ടുപിടിക്കാം. എന്ത് ചെയ്ത് ഇതിനാദ്യം ഒന്ന് തിരിച്ചിട്ടു. 3 ഇൻറ്റു 13 പ്ലസ് x6 നമ്മൾ ഇവിടെ എഴുതി, 300 അപ്പുറത്ത് എഴുതി. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 13 പ്ലസ് x6 നമ്മൾ ഇവിടെ നിർത്തി 3നെ ഈ സൈഡ് കൊണ്ടുപോയി. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 ആവും. 300 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നമുക്ക് 100 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 13 പ്ലസ് x6 ഈക്വൽ ടു 100. ഇനി എന്ത് ചെയ്യും? x6നെ നമ്മൾ ഇവിടെ നിർത്തും. 13നെ നമ്മൾ അപ്പുറത്തെ സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് സബ്ട്രാക്ഷൻ ആവും. അപ്പോൾ 100 മൈനസ് 13. therefore x6 ഈക്വൽ ടു 70. അപ്പോൾ നമുക്ക് 6th ടേം ഓക്കെ. അപ്പോൾ നമുക്ക് 6th ടേം 70 ആണെന്ന് കിട്ടി. ഫസ്റ്റ് ടേം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 13. ഇനി നമുക്ക് x1നെയും x6നെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് xn ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. xnന് പകരം നമുക്ക് x6 എന്ന് കൊടുക്കാം. ഈക്വൽ ടു 13 പ്ലസ് 5d. ഇനി x6 നമുക്കറിയാം. x6 ഈക്വൽ ടു 17 ആണ്. ഈക്വൽ ടു 13 പ്ലസ് 5d. സോ നമുക്ക് 13 പ്ലസ് 5d ഈക്വൽ ടു 17 എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും? 5d ഈക്വൽ ടു 17 മൈനസ് 13. 5d ഈക്വൽ ടു 14. അപ്പോൾ ഇതിന് d എങ്ങനെ കിട്ടാം? d ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം.
D equal to 14 divided by 5 equal to 8. So നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? D equal to 8. So നമുക്ക് കോമൺ ഡിഫറൻസ് D equal to 8 എന്ന് കിട്ടി. Therefore D equal to 8. സോ കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്ക് x2 x3 x4 ഒക്കെ ഈസി ആയിട്ട് കാണാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? x2 ഈക്വൽ ടു x1 പ്ലസ് d, അതായത് എന്ത് വരും? 13 പ്ലസ് 8 ഈക്വൽ ടു 38. x3 എന്ത് വരും? x3 ഈക്വൽ ടു x2 പ്ലസ് d ഈക്വൽ ടു 38 പ്ലസ് 8 എന്ത് വരും? 46. അപ്പോൾ നമ്മൾ x3 കണ്ടുപിടിച്ചു. സോ നമുക്ക് x2 38 ആണും x4 40 x3. സോ നമുക്ക് x2 38 ആണും x3 46 ആണും കിട്ടി. ഈ x4ഉം x5ഉം ജസ്റ്റ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. നമുക്ക് ആകെ 3 ടേംസ്, ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ടേംസ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ്? 30 38 46. നമ്മളോട് 3 ടേംസ്, ആദ്യത്തെ 3 പദങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മുടെ സീക്വൻസ് ഇതാണ് 30 38 46. സോ പേജ് നമ്പർ 28-ലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്യാം. അൺടിൽ ദെൻ ബൈ ബൈ.